ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. കൊടുത്തുവീട്ടുക പ്രധാനം. മാനസാന്തരം എന്ന് പറയുമ്പോൾ പലരുടെയും മാനസാന്തരങ്ങളിൽ ദൈവത്തിന് പ്രത്യേക റോളില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പലരും പേടിക്കുന്നത് മനുഷ്യനെയാണ്, ദൈവത്തെയല്ല. എന്നാൽ മാനസാന്തരത്തിലൂടെ ദൈവത്തെങ്കിലേക്ക് തന്നെയാണ് തിരിച്ചു വരേണ്ടതെന്ന് ധൂർത്തപുത്രൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ മാനസാന്തരം വഴി മനുഷ്യനിലേക്കും ദൈവത്തിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും ഒരുമിച്ച് തിരിച്ചു വരാൻ ധൂർത്തപുത്രന് കഴിയുന്നു. ആ വാക്കുകൾ ശ്രദ്ധിക്കൂ. അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും എന്നാണ് ഏറ്റുപറച്ചിൽ. അളന്നു തൂക്കിയുള്ള വാക്കുകൾ. മുഴുവൻ മനോവ്യതകളും പശ്ചാത്താപവും പ്രകടമാക്കുന്ന വാക്കുകളാണിത്. അതുപോലെ വീട്ടിലെ വേലക്കാരിൽ ഒരാളായി കണ്ടാൽ മതി എന്ന് പ്രായശ്ചിത്തമായി പറയുന്നതാണ്. അതിൻ്റെ അർത്ഥം താൻ നഷ്ടപ്പെടുത്തിയ സ്വത്ത് അപ്പൻ്റെ കുടുംബത്തിൽ നിന്നുകൊണ്ട് വേല ചെയ്തായാലും വീട്ടിക്കൊള്ളാമെന്നാണ്. ഈ കൊടുത്തുവീട്ടൽ എന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. കർത്താവ് മറ്റൊരു കഥയിലും ഇത് സൂചിപ്പിക്കുന്നു. അതായത് ഒരു ഭൃത്യന് 100 ധനാറ കടപ്പെട്ടവനെ രാജസമക്ഷം ഹാജരാക്കുന്നു. അവൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും എല്ലാം അതിന് ജാമ്യമായിട്ട് വയ്ക്കുവാൻ വേണ്ടി യജമാനൻ പറയുമ്പോൾ അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്, എനിക്കല്പം സാവകാശം തരണേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാമെന്നാണ്. മത്തായി 18:25-26. അവനത് വീട്ടാൻ നിർവാഹമില്ലായിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടുവാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, എന്നോട് ക്ഷമിക്കണമേ, ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം. പിന്നീട് അയാൾക്ക് കരുണ കിട്ടിയെങ്കിലും അയാൾ കൊടുത്തു വീട്ടിയില്ല. ഇതേപോലെ തനിക്ക് കടം തരാനുള്ളവനോട് കാരുണ്യം കാണിച്ചതുമില്ല. അതുമൂലം പിന്നീട് യജമാനന് ആ നിർദ്ദയനെ തുറങ്കലിലടയ്ക്കേണ്ടി വന്നു. അപ്പോൾ തന്നു വീട്ടുക എന്നതു പ്രധാനമാണ്. അബദ്ധങ്ങൾ സംഭവിക്കുകയും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു വീട്ടുന്നതിന് പകരം പലപ്പോഴും പ്രായശ്ചിത്തം പറഞ്ഞു വീട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഉത്തമമായ മനസ്താപത്തിൽ പ്രായശ്ചിത്തം ചെയ്തു വീട്ടുന്ന കാര്യമാണ് പറയുന്നത്. ഞാനെല്ലാം ചെയ്തു വീട്ടിക്കൊള്ളാം, ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം എന്നിങ്ങനെ. നാവ് കൊണ്ടുള്ള വർത്തമാനത്തെക്കാൾ ജീവിതം കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഉത്തമ പ്രായശ്ചിത്തത്തെയും മാനസാന്തരത്തെയും ബൈബിൾ പരിഗണിക്കുന്നത്. നമുക്കും ആ വചന വഴിയെ സഞ്ചരിക്കാം.